ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ നിൽക്കുന്നത് KTM RC ആണ്. അപ്പോൾ എടുക്കുന്ന എല്ലാവർക്കും ഒരു സംശയം കാണും, ഈ ബൈക്ക് നിങ്ങൾക്ക് സ്യൂട്ട് ആവുമോ, അല്ലെ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് സ്യൂട്ട് ആവുമോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോ റൈഡർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നത്. വെറും സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ റിവ്യൂ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈനിൽ നിന്ന് തുടങ്ങാം. ഇതിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ശരിക്കും വളരെ സ്പോർട്ടി ആയിട്ടൊരു ബൈക്കാണ്. നമ്മൾ R15 അതുപോലെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വളരെ താല്പര്യമുള്ളത് ഈ ഒരു ഡിസൈനോടാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇപ്പോൾ CBR R15 എല്ലാം എടുത്ത ഒരു യുണീക്ക് ഡിസൈൻ ഒന്നും ഇല്ല അതിന്. പക്ഷെ ഇതിന്റെ ഡിസൈൻ വരുമ്പോൾ ശരിക്കും ഒരു യൂണിറ്റി നമുക്ക് തോന്നും. മാത്രമല്ല ഇതിന്റെ സീറ്റ് ഹൈറ്റ് എല്ലാം വളരെ വ്യത്യസ്തമാണ്. നമ്മൾ വേറെ ഒരു ബൈക്കിൽ കാണാത്തൊരു രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ഒരു സൂപ്പർ ബൈക്ക് അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ഇതിനെ. അപ്പൊ ഞാനിപ്പോ ഇരിക്കുന്ന ഒരു കസ്റ്റമൈസ് ചെയ്തൊരു വണ്ടിയിലാണ്. ഇപ്പൊ എല്ലാരും എടുക്കുന്ന ഈ RC മെയിൻലി ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനും ഒക്കെ. അപ്പൊ എന്താ പറയാ, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ബുള്ളറ്റ് പോലെ RCക്ക് ഇപ്പൊ പറ്റി തുടങ്ങി. അപ്പൊ ഇത് എടുക്കുന്നവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ കിട്ടുന്നുണ്ട്. ഇതിലാണെങ്കിൽ ഇപ്പോ ഹെൽബോയുടെ ഡിസൈൻ ആണ് ഈ കസ്റ്റമൈസ് ചെയ്തേക്കുന്നത്. ഇത് എങ്ങനെയാ ചെയ്തേ, എവിടാ ചെയ്തതെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മൾ മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്ന ഇതിന്റെ സീറ്റ് ഹൈറ്റ് ആണ്. എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, നിങ്ങളുടെ കാലെത്തുവോ അങ്ങനെ എന്നൊക്കെ കാണും. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 167 ആണ്. അപ്പൊ എനിക്ക് കാല് ഫുള്ളി ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പാർഷ്യലി നല്ലൊരു ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ വെക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല, ഹാൻഡിലിങ്ങും എല്ലാം കൊള്ളാം. ഈ ഹൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ് ഈ ബൈക്ക് എന്ന് തന്നെ പറയാം. പിന്നെ സീറ്റ് ഹൈറ്റ് അത്രേ ഉള്ളൂ. പിന്നെ പുറകിലത്തെ ആണെന്ന് പറയുവാണെങ്കിൽ നല്ല പൊക്കത്തിലാണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ അമ്മമാരെയൊക്കെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു ബൈക്കേ അല്ലിത്. പിന്നെ ഗേൾ ഫ്രണ്ട്സ് പോകുമ്പോൾ കുഴപ്പമില്ല, ഓക്കെ ആണ്. പിന്നെ ഇതിന്റെ റൈഡ് ചെയ്യുമ്പോൾ ഈ സീറ്റ് ഹൈറ്റ് കൊണ്ട് നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരെങ്കിലുമായിട്ട് പുറകിൽ പോകണമെങ്കിൽ നമ്മുടെ കൈ വേദന എടുക്കും. കാരണം പുറകിൽ നിന്നുള്ള വെയിറ്റും എല്ലാം വരുമ്പോൾ കൈ ശരിക്കും വേദന എടുക്കും ഇതിൽ പോകുമ്പോൾ. പിന്നെ പക്ക ട്രാക്കിന് വേണ്ടിയുള്ളൊരു വണ്ടിയാണ്. നിങ്ങളിത് മേടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ട്രാക്ക് റേസിനോ അങ്ങനെ ഉപയോഗിക്കാനോ, അല്ലെങ്കിൽ റേസിങ്ങിനോട് വലിയൊരു താല്പര്യം തോന്നി, അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനോട് വലിയൊരു താല്പര്യം തോന്നി അങ്ങനെ മേടിക്കാൻ പോകുന്നവർ മാത്രമേ ഇത് മേടിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വണ്ടി വെറുത്ത് തന്നെ പോകും. ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നെങ്കിൽ മേടിക്കുമ്പോൾ ഈ വണ്ടി വളരെയധികം ഇഷ്ടപ്പെടും, ഇല്ലെങ്കിൽ മറിച്ച് നിങ്ങൾ മേടിക്കുന്ന അന്ന് തൊട്ട് തന്നെ ഇത് വെറുത്തു തുടങ്ങും. അത് വേറൊന്നും അല്ലത് പറയാൻ കാരണം, ഇപ്പൊ എല്ലാവരും സ്പോർട്ടി ഡിസൈനും കാര്യങ്ങളും ഒക്കെ കണ്ടായിരിക്കും മേടിക്കുന്ന സാധാരണക്കാര്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഇത് മേടിച്ചിട്ട് എനിക്ക് ലോങ് റൈഡ് പോകണം, അല്ലെ ബുള്ളറ്റ് പോകുന്ന പോലെ ലോങ് റൈഡ് പോകണം എന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇത്. പോകാം, പക്ഷെ ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കംഫർട്ട് അതെല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്യാമെങ്കിൽ മാത്രമേ ഇതില ലോങ് റൈഡ് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി. ഇത് കോർണറിങ് വളരെയധികം ഇഷ്ടമാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് വേണ്ട ബൈക്ക്. കാരണം പക്കായിട്ട് ഇത് കോർണർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് കോർണർ വേണമെങ്കിലും വളരെ എന്താ പറയാ, ഒരു പ്രോ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും ഇത് ഈ കോർണർ ചെയ്യുന്നത്. ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇതിന്റെ ടേണിംഗ് റേഡിയസ്. അപ്പോൾ എവിടെയെങ്കിലും ഇടുക്കി സ്ഥലത്ത് ചെന്നിട്ട് ടേൺ ചെയ്യാനൊക്കെ നോക്കിയാൽ വളരെ പാടായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബൈക്ക് ഓടിക്കുന്നെങ്കിൽ. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടർക്ക് പറ്റിയൊരു ബൈക്കാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറച്ചൊരു എന്താ 150cc അല്ലെ 200cc ഓടിച്ച് പരിചയമായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ തുടക്കത്തിൽ തന്നെ കയറി ഒരു പ്രോയാ എന്ന് പറഞ്ഞ് എടുത്ത് ക്ലച്ച് കൊടുത്താൽ നടക്കുന്ന പരിപാടിയല്ല ഇതിന്റെ. അതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് പയ്യെ ഓടിച്ച് പഠിച്ചിട്ട് പയ്യെ 100ന് മുകളിലൊക്കെ കയറ്റിയാൽ മതി. അല്ലാതെ ഇത് ഓടിച്ചാൽ എന്താ പറയാ, ഒരു ആക്സിഡന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഇനി നമുക്ക് ടേൺ ചെയ്ത് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതിന്റെ ശബ്ദവും കാര്യങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് തന്നെ കേട്ട് നോക്കി എന്റെ ശബ്ദം എങ്ങനെ ഉണ്ടെന്ന്. കുഴപ്പമില്ല, നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ശബ്ദമാണ് ഇതിന് നമുക്ക് കിട്ടുന്നത്. കുഴപ്പമില്ല, എല്ലാം കൊണ്ട് കൊള്ളാം ഇതിന്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ. നമുക്ക് ഓടിക്കുമ്പോൾ എന്താ പറയുന്നത്, ഒരു പക്ക റേസ് ബൈക്ക് നമ്മൾ ഓടിക്കുന്ന ഒരു ഫീല് നമുക്കിത് കിട്ടും. അത് തന്നെയാണ് ഈ ബൈക്ക് കൊണ്ട് KTM ഉദ്ദേശിക്കുന്നത്. KTM നോർമലി ഇപ്പൊ എന്താ പറയാ, വലിയ റിച്ച് ടീംസിനെ അല്ലെ പ്രോ റൈഡേഴ്സിനെ ഉദ്ദേശിച്ചല്ല, സാധാരണക്കാരിലോട്ടൊരു എന്താ പറയാ റേസിംഗ് എഫക്ട് അല്ലെ റേസിംഗ് സ്പിരിറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനൊരു ബൈക്ക് KTM പുറത്തു വിട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കത് മാറ്റി കുറച്ച് ഓടിച്ചിട്ട് നോക്കാം. കുഴപ്പമില്ല, ബൈക്ക് കുറച്ച് ഹെവിയാ തുടക്കത്തിലെങ്കിലും നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ എന്താ പറയാ, സാധാരണ ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീൽ ചെയ്ത് റൈഡ് ചെയ്ത് മൂവിങ് ആകുമ്പോൾ തോന്നത്തുള്ളൂ. പിന്നെ ഇവിടെ കോർണർ ചെയ്യാനൊന്നും ഒരു സ്ഥലമില്ല, അതുകൊണ്ട് കോർണർ ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല.
പിന്നെ മീറ്ററിൽ നമുക്ക് അത്യാവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം തരുന്നുണ്ട്. പിന്നെ ആകെ ഇതിന്റെ ഒരു കുഴപ്പം ഡിസൈൻ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഫ്രണ്ടിലുള്ള 2 മിറേഴ്സും വെറും യൂസ്ലെസ് ആണ്. നിങ്ങൾക്ക് എന്താ പറയാ, ഒരു യൂസ് ഇല്ലാത്ത മിറേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് ഓടിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ തോന്നിയെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സീറ്റിങ് തന്നെയാണ്. ഇപ്പോൾ ഒരു ലോങ് റൈഡ് പോകുമ്പോൾ നല്ല രീതിയിൽ പുറമേ അതിന് കൈക്ക് നല്ല സ്ട്രെയിനും വരുന്നുണ്ട് ഇതിന്റെ സീറ്റ് ഹൈറ്റ് കൊണ്ടുള്ള പ്രശ്നം. പിന്നെ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡാമേജ് വരും ബോഡിക്ക്. ഇപ്പോൾ നമ്മൾ സാധാ ബൈക്കിൽ പോയി ഇടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ തെറിച്ച് മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ സൈഡിലോട്ട് പോകും. ഇതേ പോയാൽ മെയിനായിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഇടിച്ചിരിക്കും നമ്മൾ ആദ്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പോർഷന് നല്ല ഡാമേജ് വരും ഈ വണ്ടി ഓടിക്കുമ്പോൾ. പിന്നെ ഇത് ഓടിച്ചപ്പോൾ വേറൊരു കംപ്ലൈന്റ് തോന്നിയത്, നമ്മൾ ഗിയർ ഷിഫ്റ്റിങ് ആദ്യത്തെ 3 ഗിയർ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഇടാം. പിന്നുള്ളത് വളരെ ഹൈ ഗിയർ എന്ന് തന്നെ പറയാം. കുറച്ച് ഓടിച്ചിട്ട് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ല, അങ്ങനെ തന്നെയാണ് നല്ലത്, ഇത് കുറച്ച് ഹൈ ഗിയർ ആയതുകൊണ്ട്. പിന്നെ കുറെ ന്യൂട്രൽ അറിയാതെ കയറി വരും. അത് എന്താ പറയാ, ഒരു ഫൗൾ ന്യൂട്രൽ വീഴുന്നുണ്ട് ഇടയ്ക്ക്, ഗിയറുകൾ തമ്മിൽ മാറുന്നതിന്റെ ഇടയ്ക്ക്. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഹീറ്റിങ്. നല്ല അടിപൊളിയായിട്ട് ഹീറ്റ് ആവുന്ന ഒരു വണ്ടിയാണിത്. നിങ്ങളിതിപ്പോ ഓടിച്ച് ട്രാഫിക്കിൽ വല്ലതും പെടുവാണെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് അടിച്ച് കയറും ഇങ്ങോട്ട്. അപ്പൊ നിങ്ങളുടെ 2 തൊടയെല്ലാം നല്ല രീതിയിൽ ഹീറ്റ്, എന്താ പറയാ, ഒരു ഓവന്റെ അകത്ത് നിങ്ങളുടെ കാല് കൊണ്ടുവച്ച ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഇത് ഓടിക്കുമ്പോൾ. അത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു 40 കിലോമീറ്റർ അല്ലെ 50 കിലോമീറ്ററിന് താഴെ ഓടിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു ഫീൽ വരുന്നത്. പിന്നെ ഈ വണ്ടി മേടിക്കുകയാണെങ്കിൽ ഒരു 60-70 റേഞ്ച് ഓടിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇത്രയും ഹീറ്റിംഗ് വരുന്നില്ല നിങ്ങൾക്ക്. ആ ഒരു 70 സ്പീഡിൽ പോകുമ്പോൾ വലിയ ഹീറ്റിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു ലെവലിലാണ് ഈ വണ്ടി ഓടിക്കേണ്ടത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, ഇതൊരു റേസിങ്ങിന് വേണ്ടി അല്ലെ സാധാരണക്കാരന് ഒരു റേസിംഗ് എഫക്ട് കിട്ടാൻ വേണ്ടി കയറ്റി ഇറക്കിയാണ്. അപ്പൊ എന്താ പറയാ, ഒരു 60-70 റേഞ്ചിൽ തന്നെ ഓടിച്ചാൽ ഇതിന്റെ കറക്റ്റ് ഫീലോടെ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഹീറ്റിംഗ് ഒന്നും കാണത്തില്ല. പക്ഷെ ഇപ്പൊ ഒരു ട്രാഫിക്കിൽ പെട്ട് അല്ലെ വളരെ സ്ലോ സ്പീഡിൽ പോകുന്ന ഒരാളാ, അങ്ങനെയുള്ളവരാണെങ്കിൽ എന്താ പറയാ, ശരിക്ക് ഹീറ്റ് അനുഭവിക്കേണ്ടി വരും. നല്ല ചൂട് തന്നെയാണ് കിട്ടുന്നത് ഈ വണ്ടിയിൽ നിന്ന്. പിന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, ഇതുവഴി എല്ലാം ഈ എഞ്ചിനിൽ നിന്ന് ഹീറ്റ് അടിക്കുന്നതാണ്. കറക്റ്റ് നമ്മുടെ ഇവിടെ തന്നെയാണ് അടിക്കുന്നത്, എഞ്ചിനിൽ നിന്നുള്ള ചൂടും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് വളരെ ഒരു അൺകംഫർട്ടായിട്ട് നമുക്ക് തോന്നും. അത് ഈ ട്രാഫിക്കിൽ പെടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ എഫക്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതിന്റെ സസ്പെൻഷനും കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ റേസ് അല്ലെ ട്രാക്ക് യൂസിന് പക്ക സസ്പെൻഷൻ ആണ്. ഇപ്പോൾ ഓഫ് റോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾ എടുക്കാതിരിക്കുന്നതല്ല നല്ലത്. പിന്നെ വീലിനെ പറ്റി, വീൽ ബേസ് എന്ന് പറയുന്നത് 150 mm ആണ് വരുന്നത്. കുഴപ്പമില്ലാത്ത വീൽ ബേസ് ആണ് പുറകിലും ഫ്രണ്ടിലും കിട്ടുന്നത്. പിന്നെ എന്താ പറയാ, ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ MRF അല്ലെ മിക്ക ടയേഴ്സ് തന്നെ യൂസ് ചെയ്യണം. അതിൽ കുറഞ്ഞൊരു ടയർ ഈ വണ്ടിക്ക് ഇടുന്നത് തന്നെ എന്താ പറയാ, ആപത്തിനെ വിളിച്ചു വരുത്തുമെന്ന് തന്നെ പറയണം. ആ ഒരു ടയർ മാത്രമാണ് ഈ വണ്ടിക്ക് നല്ലത്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ MRF തന്നെ ഇടാൻ കുഴപ്പമില്ല. പക്ഷെ പറ്റുന്നത് ഞാൻ പറഞ്ഞ ടയർ തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഗ്രിപ്പും കാര്യങ്ങളും പറയണത് എന്തുവാ, നല്ല ഗ്രിപ്പും കാര്യങ്ങളുമാണ് വണ്ടിക്ക് ഉള്ളത്. പിന്നെ ഫൈനലി നമ്മൾ കൺക്ലൂഷനിലോട്ട് എത്താം, എങ്ങനെയുള്ളവരാണ് ഈ വണ്ടി എടുക്കേണ്ടത്, അല്ലെ ഇതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം എങ്ങനെയുള്ള ആളാണ്. ഇപ്പൊ നിങ്ങൾക്ക് റേസിംഗ് ഒത്തിരി താല്പര്യമുള്ള ആളാ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അട്രാക്ഷൻ വേണം, ഒരു ഫ്രീക്ക് ലുക്ക് കിട്ടണം, അങ്ങനെയുള്ളവർക്ക് എന്ന് പറയുകയാണെങ്കിൽ എന്താ, ദിസ് ഇസ് ദ റൈറ്റ് വെഹിക്കിൾ ഫോർ യു എന്ന് പറയാൻ പറ്റും. പിന്നെ സാധാരണക്കാരെ പോലെ എന്താ പറയാ, ഒരു ടൈപ്പ് ആളുകളില്ലേ, ഇപ്പോ ഡെയിലി യൂസിന് എന്ന് പറയുകയാണെങ്കിൽ ഒട്ടും പറ്റാത്തൊരു വണ്ടിയാണ് ഡെയിലി യൂസ്. കാരണം ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വളരെയധികം ഹീറ്റ് അടിക്കും, വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ലോങ് റൈഡ് ഒക്കെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഇത് എടുക്കണ്ട, ദിസ് ഇസ് നോട്ട് ദി റൈറ്റ് വെഹിക്കിൾ ഫോർ യു എന്ന് തന്നെ പറയാം. വേറെ അല്ലാതെ ഈ വണ്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ബിൽഡ് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, ഫൈബറാണ്. നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡിന്റെ ആ ക്വാളിറ്റി വെച്ചതൊന്നും കമ്പയർ ചെയ്യില്ല. കാരണം അതെന്ന് വെച്ചാൽ അയൺ ആണ് വരുന്നത്. കാരണം അത് ക്ലാസിക് ബൈക്കാണ്, ക്ലാസിക് ബൈക്ക് എല്ലാം അയൺ രീതിയിലാണ് വരുന്നത്. പക്ഷെ അതേസമയം നമ്മൾ
റേസിംഗ് ബൈക്സിലോട്ട് അല്ലെ സ്പോർട്സ് ബൈക്കിലോട്ട് വരുമ്പോൾ ആ ഒരു ഇത് നിങ്ങൾ പ്രതീക്ഷിക്കല്ല്. പിന്നെ ഇത് ഫൈബറിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് വീണാൽ തന്നെ ഇതെല്ലാം പൊട്ടിപ്പോവും. പക്ഷേ KTM സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ക്വാളിറ്റി ബൈക്ക് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറച്ചിട്ട് മാക്സിമം സ്പീഡ്, മാക്സിമം പവർ, മാക്സിമം പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇത് ഒരു അടിപൊളി ബൈക്ക് തന്നെയാണ്. സാധാരണക്കാരെ വെച്ച് കിട്ടാവുന്നത് ഈ എന്താ പറയുക R15 ബാക്കിയുള്ള കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു അടിപൊളി ബൈക്ക് തന്നെയാണ്. പിന്നെ കോർണറിങ് പറയുകയാണെങ്കിൽ പക്ക കോർണറിങ് കിട്ടും. അതിനെല്ലാം പറ്റിയ വണ്ടിയാണിത്. അതിന് ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് കോർണറിങ് ഒന്നും ഒരു പ്രശ്നം വരത്തില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ദിവസം ഒന്ന് കോർണറിങ് ചെയ്യല്. ആദ്യം ഒന്ന് ഓടിച്ച് നിങ്ങൾ വണ്ടി അതിന്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചെയ്തു തുടങ്ങുന്നതാണ് നല്ലത്. വളരെ റോ ആയിട്ടൊരു വണ്ടി തന്നെയാണിത്. റോ എന്ന് വെച്ചാൽ എന്താ പറയാ, എഞ്ചിനും കാര്യങ്ങളും എല്ലാം നല്ലൊരു പവറും കാര്യങ്ങളും ഫുള്ളി നമുക്ക് എന്താ പറയാ ഒരു റേസർ എന്നുള്ളൊരു ഫീല് കിട്ടും ഈ ബൈക്ക് എടുത്താൽ. അപ്പോ എന്താ പറയാ, നിങ്ങൾ എടുക്കുന്നെങ്കിൽ എടുക്കുക, പക്ഷെ ഈ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. ഒരു കംഫർട്ട് ബൈക്ക് എന്നുള്ള രീതി എടുക്കരുത്. ഒരു റേസിംഗ് അല്ലെ അതിനോടൊരു താല്പര്യം, ഒരു ഫ്രീക്ക് ലുക്ക് അല്ലെ അതിന് മുകളിൽ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തന്നെ ദിസ് ഈസ് എ റൈറ്റ് ബൈക്ക് ഫോർ യു. അപ്പോ ഞങ്ങളുടെ റിവ്യൂ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ കുറെ തെറ്റുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താ പറയാ നമ്മുടെ കമന്റിൽ എഴുതുക. നമ്മളതെല്ലാം മാറ്റി അടിപൊളിയായിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി റൈഡ്സിന്റെ വീഡിയോ ആണ് കൂടുതലും വരാനുള്ളത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.